വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദി കാർബൺ ചെയിൻ? ഓപ്ഷൻ എ വോൾഫ് കിഷ്നേഴ്സ് റിയാക്ഷൻ, ഓപ്ഷൻ ബി ക്ലെമൻസൺ റിഡക്ഷൻ, ഓപ്ഷൻ സി കോൾബ്സ് ഇലക്ട്രോളിസിസ്, ഓപ്ഷൻ ഡി വുഡ്സ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് റിയാക്ഷൻ ആണ് നമ്മൾ കാർബൺ ചെയിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വുഡ്സ് റിയാക്ഷൻ വെച്ചിട്ടാണ് നമുക്കൊരു കാർബൺ ചെയിനിന്റെ ലെങ്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ കോൾബ്സ് ഇലക്ട്രോളിസിസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ആൽക്കെയിൻസിന് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് റിക്വയർഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ കോൾബ്സ് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് കിഷ്നർ റിയാക്ഷനും നമ്മൾ വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വുഡ്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡീഷൻ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ് ടു ദി അൺസിമെട്രിക്കൽ ആൽക്കീൻ ഫോളോസ്. ഓപ്ഷൻ എ ആന്റി മാർക്കോവ്നിക്കോവ്സ് റൂൾ, ഓപ്ഷൻ ബി മാർക്കോവ്നിക്കോവ്സ് റൂൾ, ഓപ്ഷൻ സി കാരിഷ് ഇഫക്റ്റ്, ഓപ്ഷൻ ഡി പെറോക്സൈഡ് ഇഫക്റ്റ്. അപ്പൊ ഇവിടെ അഡീഷൻ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ഫോളോ ചെയ്യുന്നത് മാർക്കോവ്നിക്കോവ്സ് റൂൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ? മാർക്കോവ്നിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ട് നെഗറ്റീവ് പാർട്ട് ഓഫ് അഡെൻഡം, അതായത് ആഡിംഗ് മോളിക്യൂളിന്റെ നെഗറ്റീവ് പാർട്ട് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നു. ഏത് ടൈപ്പ് ഓഫ് കാർബൺ ആറ്റം? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള ആ ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് ആഡിംഗ് മോളിക്യൂൾ അറ്റാച്ച്ഡ് ആവുന്നത്. അതായത് ജസ്റ്റ് ആന്റി മാർക്കോവ്നിക്കോവ്സ് റൂളിന്റെ ഓപ്പോസിറ്റീവ് ആണ് മാർക്കോവ്നിക്കോവ്സ് റൂൾ വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാർക്കോവ്നിക്കോവ്സ് റൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇന്റർമീഡിയറ്റ് കൺഫർമേഷൻ ബിറ്റ്വീൻ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്? ഓപ്ഷൻ എ സ്റ്റാഗേർഡ്, ഓപ്ഷൻ ബി സ്ക്യൂ, ഓപ്ഷൻ സി എക്ലിപ്സ്, ഓപ്ഷൻ ഡി ന്യൂമാൻ. അപ്പൊ എക്ലിപ്സിനും സ്റ്റാഗേർഡിനും ഇന്റർമീഡിയറ്റ് ഉള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത് സ്ക്യൂ ആൻഡ് ഗോഷ് കൺഫർമേഷൻസ് ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്, സ്ക്യൂ. എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. ആൻഡ് സ്റ്റാഗേർഡ് ഫോം ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേരിയേഷൻ വരുന്നത് സ്റ്റെബിലിറ്റിയിൽ? ഡ്യൂ ടു ഗ്രേറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോണ്ട് പെയർസ് ഓർ ലെസർ ടോർഷണൽ സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് temperature does cyclic polymerization of an alkyne occur? Option A 871 Kelvin, option B 872 Kelvin, option C 873 Kelvin and option D 874 Kelvin. സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ആൽക്കൈൻസ് ഒക്കർ ചെയ്യുന്നത് 873 കെൽവിനിലാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് റെഡ് ഹോട്ട് അയൺ ട്യൂബിന്റെ പ്രസൻസിലായിരിക്കും നോർമലി. ആൻഡ് 873 കെൽവിനില് 3 മോൾസ് ഓഫ് ഈത്തൈനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോകാർബൺ ഈസ് ഫോംഡ് വെൻ ബെൻസീൻ റിയാക്ട്സ് വിത്ത് 3 chlorine molecules under UV condition? Option A hexachlorobenzene, option B benzene hexachloride, option C chlorobenzene, option D chlorohexane. അപ്പൊ യു വി ലൈറ്റിന്റെ പ്രസൻസിൽ 3 ക്ലോറിൻ മോളിക്യൂൾസ് ബെൻസീനിലോട്ട് ആഡ് ആവും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി ബെൻസിൻ ഹെക്സാക്ലോറൈഡിനെ ഗാമക്സീൻ എന്നും അറിയപ്പെടും. അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് ഇതാണ്, C6H6Cl6. ഓക്കെ, ആൻഡ് ബെൻസിൻ ഹെക്സാക്ലോറൈഡ് അണ്ടർഗോ ചെയ്യുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്? ഓപ്ഷൻ എ CHO, ഓപ്ഷൻ ബി NH2, ഓപ്ഷൻ സി OCH3, ഓപ്ഷൻ ഡി NHR. ഇൻകമിംഗ് ഗ്രൂപ്പിനെ മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് CHO, COR, COOH, CN. ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പ്സ് ആണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് കാരണം ബെൻസീൻ റിംഗിലുള്ള ഓവറോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പിനെ നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നും റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, CHO ഗ്രൂപ്പ്. Benzene on treatment with excess of chlorine in the presence of anhydrous AlCl3, that is aluminum chloride, under dark and cold condition yield X. Identify X. Option A chlorobenzene, option B hexachlorobenzene, option C benzene hexachloride, option D acetophenone. So ഇവിടെ correct answer എന്താണ്? ഓപ്ഷൻ ബി ആണ്, hexachlorobenzene. നമുക്ക് ഇതിന്റെ explanation നോക്കാം. എക്സസ് ഓഫ് ഇലക്ട്രോഫിലിക് റിയേജന്റ് യൂസ് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ബെൻസീൻ റിംഗിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ സക്സസീവ് ആയിട്ട് ഒരു ഇലക്ട്രോഫൈൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇനി ബെൻസീനെ എക്സസ് ഓഫ് ക്ലോറിൻ മോളിക്യൂൾ വെച്ചിട്ട് അൺഹൈഡ്രസ് AlCl3, ദാറ്റ് ഈസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യിച്ചാൽ ആ ഒരു കോമ്പൗണ്ട് ക്ലോറിനേറ്റ് ആവും ടു ഹെക്സാക്ലോറോബെൻസീൻ. അതാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്? ഓപ്ഷൻ എ SO3H, ഓപ്ഷൻ ബി COOR, ഓപ്ഷൻ സി OCH3, ഓപ്ഷൻ ഡി CN. ഓർത്തോ ആൻഡ് പാരാ ഡിറ്റക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ്സ് വിച്ച് ഡയറക്ട് ദ ഇൻകമിംഗ് ഗ്രൂപ്പ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ആർ കോൾഡ് ഓർത്തോ ആൻഡ് പാരാ ഡിറ്റക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇപ്പൊ ബെൻസീൻ റിംഗിലുള്ള ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓവറോൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് റെസൊണൻസ് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. എക്സാമ്പിൾ വരുന്നത് NH2, NHR, OCH3 ഒക്കെയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ്, OCH3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കാർസിനോജൻ? ഓപ്ഷൻ എ 1,2-benspyrene, ഓപ്ഷൻ ബി ethyl alcohol, ഓപ്ഷൻ സി 3-methyl-cholanthrin, ഓപ്ഷൻ ഡി 1,2-benzanthracene. കാർസിനോജനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മോർ ദാൻ 2 benzene rings joined together are carcinogenic. ഓക്കെ, അപ്പൊ കാർസിനോജനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മുടെ ബോഡിയിൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് അത് ഈപ്പോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് റെഡിലി ഹ്യൂമൻ എക്സ്ക്രീറ്റ വഴി അത് പാസ് ഓവർ ചെയ്യില്ല. ആൻഡ് ഫൈനലി അത് എന്താണ്, നമ്മുടെ DNA ഒക്കെ ഡാമേജ് ചെയ്തിട്ട് റിസൾട്ടിങ് ആയിട്ട് ക്യാൻസർ കോസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് കാർസിനോജനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കാർസിനോജനിക് അല്ലാത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഥൈൽ ആൽക്കഹോൾ. Next question, when acetylene is treated with HBr, that is hydrogen bromide, the product is option A methyl bromide, option B ethylene bromide, option C ethyl bromide, option D ethylidene bromide. അപ്പോൾ ഇവിടെ acetylene plus HBr റിയാക്ഷനിൽ നമുക്ക് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ethylidene bromide ആണ്. ദാറ്റ് ഈസ് CH3CHBr ആണ് ethylidene bromideന്റെ chemical formula വരുന്നത്. So correct answer is option D. Next question, the dihedral angle in the staggered conformation of C2H6 is option A 120 degree, option B 60 degree, option C 0 degree, option D 90 degree. അപ്പോൾ ഇവിടെ dihedral angle വരുന്നത് 60 degree ആണ്. Option B is the correct answer. Next question, bond length of ethane, ethene, acetylene and benzene follows the order. അപ്പോൾ ഇവിടെ 4 കോമ്പൗണ്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഈതെയിൻ, ഈഥീൻ, അസിറ്റിലിൻ ആൻഡ് ബെൻസീൻ. ഇതിന്റെ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, അതായത് ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഈക്വൽ ടു 1 ബോണ്ട് ലെങ്ത് എന്നാണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഈതെയിൻ ഗ്രേറ്റർ ദാൻ ബെൻസീൻ ഗ്രേറ്റർ ദാൻ ഈഥീൻ ഗ്രേറ്റർ ദാൻ അസിറ്റിലിൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സൾഫണേഷൻ ഓഫ് ബെൻസീൻ? ഓപ്ഷൻ എ SO2, ഓപ്ഷൻ ബി SO3H+, ഓപ്ഷൻ സി SO3, ഓപ്ഷൻ ഡി SO3H-. സൾഫനേഷൻ ഓഫ് ബെൻസീനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി SO3 ആണ്.
Next question, which one of the following is not an isomer of 3-methyl but1-ine? Option A, pent1-ine. Option B, buta-1,3-diene. Option C, pent2-ine. Option D, penta-1,3-diene. ഇവിടെ ഐസോമർ ഓഫ് 3-methyl but1-ine അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ദാറ്റ് ഈസ് buta-1,3-diene നോക്കുകയാണെങ്കിൽ അവിടെ 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ 3-methyl but1-ine എത്ര കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്? 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് not an isomer of 3-methyl but1-ine വരുന്നത്, that is buta-1,3-diene. Next question, which of the following can be used as the halide component of a Friedel-Crafts reaction? Option A, chlorobenzene. Option B, bromobenzene. Option C, chloroethene. Option D, isopropyl chloride. നമുക്ക് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷന്റെ ഹാലൈഡ് കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാ കേസിലും കാർബൺ ഹാലജൻ അതായത് CX ബോണ്ടിന്റെ ആ ഒരു ക്ലീവേജ് പോസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി കോമ്പൗണ്ട്സ് ഷോ ഡൈപോൾ മൊമെന്റ്? ഓപ്ഷൻ എ 1,4-dichlorobenzene. ഓപ്ഷൻ ബി 1,2-dichlorobenzene. Option C, trans 1,2-dichloroethane. Option D, trans but2-ene. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ദാറ്റ് ഈസ് 1,2-dichlorobenzene ആണ് ഡൈപോൾ മൊമെന്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് എല്ലാം സിമെട്രിക്കൽ ഇൻ നേച്ചർ ആണ്. അപ്പൊ ഓപ്ഷൻ ബി 1,2-dichlorobenzene മാത്രമാണ് ഡൈപോൾ മൊമെന്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. Next question, which of the following compounds will exhibit cis-trans isomerism? Option A, butanol. Option B, 2-butene. Option C, 2-butenol. Option D, 2-butene. Geometrical isomerism അല്ലെങ്കിൽ cis-trans isomerism exhibit ചെയ്യുന്ന compound 2-butene ആണ്. Next question, benzene reacts with CH3Cl in the presence of anhydrous AlCl3 to form option A, chlorobenzene. Option B, benzyl chloride. Option C, xylene. Option D, toluene. ബെൻസീന് CH3Cl ആയിട്ട് അൺഹൈഡ്രസ് AlCl3 യുടെ പ്രസന്റിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലൈലേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടൊളുവിൻ ആണ്. ഓപ്ഷൻ ഡി ടൊളുവിൻ ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ എ മിക്സ്ചർ ഓഫ് acetylene and hydrogen is passed over heated Lindlar's catalyst? Option A, ethylene and water are formed. Option B, ethane and water are formed. Option C, ethylene is formed. Option D, acetylene and ethane are formed. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇഥൈലീൻ ആണ് ഫോം ചെയ്യുന്നത് ആസ് എ റിസൾട്ട് ഓഫ് കൺട്രോൾഡ് ഹൈഡ്രോജനേഷൻ ഓഫ് acetylene. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. Next question, choose the process by which liquid hydrocarbons can be converted to gaseous hydrocarbons. Option A, hydrolysis. Option B, oxidation. Option C, cracking. Option D, distillation under reduced pressure. The process by which liquid hydrocarbons can be converted to gaseous hydrocarbons എന്ന് പറയുന്നത് cracking process ആണ്. So option C, cracking is the correct answer. Next question, which one of the following compound forms salt on reaction with NaNH2? Option A, C2H2. Option B, C2H6. Option C, C6H6. Option D, C2H4. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, C2H2. ദാറ്റ് ഈസ് acetylene on reaction with NaNH2 forms sodium salt. Next question, a compound having a bond angle 180 degrees is option A, alkyne. Option B, alkane. Option C, alkene. Option D, cycloalkane. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന കോമ്പൗണ്ട് ഓപ്ഷൻ എ ആണ്, ആൽക്കൈൻ. ആൽക്കൈൻസിന്റെ വേറൊരു പേരാണ് അസിറ്റൈലീൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് ലീനിയർ ആയിട്ടുള്ള ജോമെട്രി ആയിരിക്കും വിത്ത് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്.
ഇപ്പൊ ട്രിപ്പിൾ ബോണ്ടിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ബോണ്ട് ആംഗിൾ അല്ലെങ്കിൽ ബോണ്ടഡ് ആറ്റംസിന് ഇടയിലുള്ള ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി 180 ഡിഗ്രി ആണ് ഇൻ അസൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൽക്കൈൻ. Next question, C6H5CHO is formed when C6H6 is treated with CO and HCl in the presence of anhydrous AlCl3. Name of the reaction is option A Friedel-Crafts reaction, option B Gutterman-Koch reaction, option C Rosenmund reaction, option D Stephen reaction. But benzene when reacted with carbon monoxide and hydrochloric acid in the presence of anhydrous AlCl3 നമുക്ക് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ്? C6H5CHO ആണ് ഫോം ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് C6H5CHO എന്താണ്? ബെൻസാൽഡിഹൈഡ് എന്നാണ് അതിന്റെ കോമൺ നെയിം വരുന്നത്. ഓക്കെ, സോ ഇത് ഏത് റിയാക്ഷൻ ആണ്? ഓപ്ഷൻ ബി ഗട്ടർമാൻ കോച്ച് റിയാക്ഷനിലാണ് ഈ ഒരു റിയാക്ടൻസ് ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്നത്. Next question, isopropyl iodide is formed after reaction of propene with hydrogen iodide. This is due to option A more stable free radical, option B homolysis, option C more stable carbanion, option D more stable carbocation. Addition of hydrogen iodide on the double bond of propene yields isopropyl iodide and not N-propyl iodide as the major product. അപ്പോൾ ഈ ഒരു അഡീഷൻ റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ത്രൂ എ മോർ സ്റ്റേബിൾ കാർബോണിയം അയോൺ അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following reagent can be used to distinguish between CH2Br CH double bond CH2 from CH3CH CHBr? Option A Br2 bar CCl4, option B cold potassium permanganate, option C silver nitrate bar C2H5OH, option D AgNH3 twice OH. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഓപ്ഷൻ സി ആണ്, സിൽവർ നൈട്രേറ്റ് ബാർ എത്തനോൾ റിയേജന്റ്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ സെക്ഷനിലെ MCQs. താങ്ക് യു.